ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കൊരു പോക്കറ്റ് ഷവർമ റെഡിയാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ 4 വശം ഞാൻ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് കട്ട് ചെയ്തപ്പോൾ പ്ലേറ്റ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിലൊന്ന് കട്ട് ചെയ്യുകയാണ്. 4 വശം ബ്രെഡിൻ്റെ എല്ലാത്തിൻ്റെയും 4 വശം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ. നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ, കളയൊന്നും വേണ്ട ബ്രെഡിൻ്റെ 4 വശം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൽ ഫില്ലിങ് റെഡിയാക്കണം അടുത്തത്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കനാണ്. അത് കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച ചിക്കനാണ്. അതിക്ക് ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, സവോള, കുക്കുംബർ, കാബേജ്, പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ മയോണൈസ് ആട്ടോ വേണ്ടത്. അത് നമ്മുടെ ഏത് മയോണൈസ് എടുത്താലും കുഴപ്പമില്ല. ഇത് ചില്ലി മയോണൈസ് ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതെടുത്തു കേട്ടോ. നമ്മുടെ സാധാ മയോണൈസാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരിക. അപ്പോൾ മയോണൈസ് ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. എനിക്കിതിപ്പോൾ ടേസ്റ്റ് വ്യത്യാസം തോന്നിയില്ല, കുറച്ച് എരിവുണ്ടായിരുന്നു എന്ന് മാത്രം കേട്ടോ. ഞാൻ കുരുമുളക് അതിനനുസരിച്ച് കുറച്ചിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ, ബ്രെഡിൻ്റെ പീസുകളില്ലേ, അതൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഒരു മുട്ടയും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച രണ്ടെണ്ണം ആക്കിയിട്ട് ബ്രെഡിൽ മുക്കി കൊടുത്ത്, പിന്നെ ബ്രെഡിൻ്റെ പൊടിയിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം മുട്ട പറ്റാത്തടത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിപ്പോരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറയ്ക്കുമ്പോഴും അത് പൊട്ടും. അപ്പം ആദ്യം മുട്ടയെ മുക്കി കഴിഞ്ഞിട്ട് ഈ 2 വെച്ച് മുട്ടയെ മുക്കുക. അത് കഴിഞ്ഞ് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കുക കേട്ടോ. അപ്പോൾ ഞാനെല്ലാം അതേമാതിരി ചെയ്തെടുക്കുകയാണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക. നല്ല ചൂടായി വന്നിട്ട് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. കാരണം ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അതിൻ്റെ അത്യാവശ്യം ബ്രെഡ് എണ്ണ ഇടുമ്പോൾ തന്നെ കരിയും പെട്ടെന്ന്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ബ്രെഡ് അപ്പുറമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക കേട്ടോ. നല്ല ഇതായിട്ടെടുക്കുക. പെട്ടെന്നാവും, 2 മിനിറ്റ് കൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് ബ്രെഡ് നമ്മൾ നല്ല ചൂടാണെങ്കിൽ നല്ല കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും അതേമാതിരി ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേമാതിരി ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും അങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ തന്നെ വെച്ച് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ പ്ലേറ്റിൽ റിസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതുമാതിരി സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ കണ്ടാൽ നമുക്കൊരു ഹോൾ കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ 2 ബ്രെഡിൻ്റെയും കൂടി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് ഇതാക്കിയില്ല, അപ്പോൾ ആ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. അതേമാതിരി എല്ലാ ബ്രെഡും ചെയ്യുക. അപ്പോൾ നമ്മൾ അധികം ഹോൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ അപ്പുറം വിടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേമാതിരി എല്ലാം നിറച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും, സിമ്പിളാട്ടോ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞാനിത് നോമ്പിന് ഉണ്ടാക്കിയതാട്ടോ. സംഭവത്തിൽ നോമ്പിന് ഉണ്ടാക്കിയതാണ്. പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ ഇത്രയും ദിവസമായിട്ട് എഡിറ്റ് ചെയ്യാതിരുന്നത്. അപ്പം നമ്മൾ ഈ ബ്രെഡ് ചൂടാറിയിട്ട് എടുക്കണേ, അല്ലെങ്കിൽ ബ്രെഡ് നമ്മൾ ആ പൊങ്ങി നിൽക്കണ അവിടെ ആവി ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളെ കൈക്ക് പൊള്ളൽ ചൂടിതാവും കേട്ടോ. ബ്രെഡ് ചൂടാറിയിട്ട് കട്ട് ചെയ്തിട്ട് നിറച്ച് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.